ഹലോ. അപ്പോൾ ഇന്നൊരു കുട്ടി പാക്കിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എൻ്റെ ഉമ്മ ഉംറക്ക് പോവായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയതായിട്ടുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്യണത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ പിന്നെ അത് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു. പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഇതാണ് കേട്ടോ ഉമ്മ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഞാൻ കൊടുത്തു വിട്ടതെന്നുള്ളത്. ഞാനല്ല കേട്ടോ ഉമ്മയും കൂടെ. ഇതിപ്പോൾ പുഴമീൻ കിട്ടിയതാണ് കേട്ടോ പുഴപ്പാരിൽ. അപ്പോൾ ഉമ്മ രാവിലെ നേരത്തെ എണിച്ചിട്ട് ഇങ്ങനെ മുളക് കറി വെച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ വീട്ടിൽ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിൽ ഒഴിച്ചിട്ട് അത് പാക്ക് ചെയ്തു കേട്ടോ. കണ്ടില്ലേ, ഇത് ഈ സൈസുള്ള പുഴയിൽ നിന്ന് കിട്ടുന്നത്. നമ്മളിവിടെ പരലേന്നാണ് കേട്ടോ പറയുക. അതിന് വേറെ വല്ല പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് ബീഫാണ് കേട്ടോ. നല്ലതായി ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്താണ് കേട്ടോ. ഫ്രൈ അല്ല, വേവിച്ചിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് ശരിയാക്കും. അതുപോലെ ഇത് ചക്ക വേവിച്ചതാണ് കേട്ടോ. അതും സെയിം ആയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താണ്, വെള്ളമില്ലാതെ. ഇത് പിന്നെ മീൻകറി ചൂടാറാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത്രയ്ക്ക് ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുപോകണില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം ഇളയമ്മാൻ്റെ അടുത്തേക്കാണ് പോകണം, ഉമ്മാൻ്റെ അനിയത്തിൻ്റെ അടുത്തേക്ക്. അവിടെ പോയിട്ടാണ് ഉമ്രക്ക് പോകണം. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മറ്റേ പാക്കഡല്ല, നമ്മൾ പൊടിക്കുന്ന അവിടെ നിന്ന് വാങ്ങിയിട്ട് അങ്ങനെ പാക്ക് ചെയ്താണ് കേട്ടോ, ഓർഗാനിക്കായിട്ടുള്ളത്. പിന്നെ അമ്മാവനുണ്ട്, അമ്മാവനക്ക് വേണ്ടിയിട്ട് കുറച്ച് മിക്സർ, ചിപ്സ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ പാലക്കാടൊക്കെ മടക്ക് പൂരി എന്ന് പറയും, പൂരിയാന്ന് പറയും കേട്ടോ. ഞാനെൻ്റെ പേര് പൂരിയാന്ന് എഴുതി വെച്ചു എന്നേ ഉള്ളൂ. അതൊരു 4 പാക്കറ്റ് വാങ്ങിയിട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഉള്ളിൽ തേങ്ങ, റവ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഇട്ടിട്ടുള്ളൊരു മിക്സാണ്. ഇത് പ്രസവിച്ച് പ്രഗ്നൻ്റ് ആയിട്ട് 7-ാം മാസം കാണാനൊക്കെ പോലെ അപ്പോൾ കൊണ്ടുപോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് അത് വാങ്ങി. പിന്നെ ഇത് ചക്കക്കുരുവാണ് കേട്ടോ. ചക്കക്കുരു സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ പാക്ക് ചെയ്താണ് കേട്ടോ. ഒന്ന് കാറ്റിലിട്ടിട്ട് ഇതാക്കിയിട്ട്, അല്ലെങ്കിൽ അതൊരു സ്മെല്ലടിക്കൂലേ, അങ്ങനെ പാക്ക് ചെയ്താണ്. എല്ലാത്തിലും ഞാനിങ്ങനെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി മറ്റേ പൊടി പാക്കഡല്ല, ഞാൻ പറഞ്ഞില്ല, ഓർഗാനിക്കായിട്ട് വാങ്ങുന്നതാണ്. പിന്നെ ഇത് നെയ്യ് കേട്ടോ. നെയ്യ് ഒരു കുപ്പി ഇങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അത് ഓർഗാനിക് തന്നെ ആയിരുന്നു. ഈ പൊടികളും ഈ നെയ്യൊക്കെ ഒരു മില്ലിൽ നിന്നാണ് കേട്ടോ വാങ്ങി നമ്മൾ. അവരോട് ഇതേപോലെ ഓർഗാനിക്കായിട്ട് എല്ലാം ചെയ്ത് കൊടുക്കുന്ന ആളുകളാണ്. നമ്മളിവിടെ മങ്കരയിലുള്ളതാണ്. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി കേട്ടോ. പിന്നെ ഇത് മിക്സറാണ്. ഇതാണ് ഞാൻ അമ്മാവനക്ക് കൊടുത്തു വിടുന്നതാണ് കേട്ടോ. കുഞ്ഞാക്കാന്നാണ് അമ്മാവനെ വിളിക്കുക, അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയെന്നുള്ളൂ കേട്ടോ. പിന്നെ എന്ത് സംഭവം, ഇത് കണ്ണിമാങ്ങ അച്ചാറാണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല, ഇത് തോളൂർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ വാങ്ങിയതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ 2 പാക്കറ്റ് വാങ്ങിയിട്ട് 1/2 കിലോൻ്റെ. ഇതൊക്കെ അവിടെ ഇളയമാക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ഇത് വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ 1/2 ലിറ്ററിൻ്റെ 4 ബോട്ടിലാക്കിയിട്ട് അങ്ങനെ 2 ലിറ്ററാണ് വാങ്ങിയിട്ടുള്ളത്. ഇതും ഓർഗാനിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനും അനിയനും കൂടെയാണ് ചെയ്തത്. നമുക്കറിയാവുന്ന പോലെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എല്ലാം സേഫായിട്ട് അവിടെ എത്തി. പിന്നെ ഇത് മുളക് പൊടി കേട്ടോ. ഞാൻ ഓരോന്നിട്ട് വെയിറ്റ് നോക്കാൻ വേണ്ടി എൻ്റെ വെയിറ്റിംഗ് സ്കെയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ വീട്ടിൽ നിന്ന്. പിന്നെ ഇത് ചിപ്സ്. ഇത് അമ്മായി കുഞ്ഞാക്കാക്ക് കൊടുത്തിടുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഞാനുണ്ടാക്കിയ മാങ്ങച്ചാറാണ്. ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്നുണ്ട്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാനിതിൻ്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ്, എരിയും മധുരവും പുളിയൊക്കെ കൂടെ ആയിട്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ എന്താ, ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ എടുത്തിട്ട്. ഇത് നെയ്യപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ ഉമ്മ. ഭയങ്കര ടേസ്റ്റാണ്. മിക്സിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തത്, പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു. അതും ഇതേപോലെ പാക്ക് ചെയ്തു. എൻ്റെ കയ്യിൽ പെട്ടി കെട്ടുന്ന വീഡിയോയോ പെട്ടി പാക്ക് ചെയ്യുന്ന വീഡിയോസൊന്നും ഇല്ല കേട്ടോ. ആ ടൈമിൽ തിരക്കായതുകൊണ്ടേ. പിന്നെ ഇത് ചേനത്തണ്ട് പറയട്ടോ, കാട്ട് ചേനത്തണ്ട് എന്ന് പറയും. അപ്പോൾ അത് പുളി ഒഴിച്ചിട്ട് ചക്കക്കുരുവൊക്കെ ഇട്ടിട്ട് കറി വെക്കും അത്രേ. അതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഈ ഭാഗത്തൊക്കെ നിറയെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ മുറിച്ചിട്ട് അതും പാക്ക് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് കൊണ്ടുപോയത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ ഇട്ടു എന്നുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. പെട്ടി പാക്ക് ചെയ്യണ വീഡിയോ ഒക്കെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.